പാലക്കാട് കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ സർക്കാർ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത. കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കണം. സർക്കാർ ജോലിയും നൽകാൻ തയ്യാറാകണം. കൃത്രിമ കൈ നൽകാമെന്ന വാഗ്ദാനം ആരോഗ്യമന്ത്രി നിറവേറ്റണമെന്നും അമ്മ പ്രസീത പറഞ്ഞു. ഇപ്പൊ തന്നെ ഹൈക്കോടതിയിൽ നമുക്ക് ഒരു ഉത്തരവാദി ഇത് കിട്ടിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. സാമ്പത്തികമായി സഹായം വേണം, പിന്നെ പോരാത്തതിന് ഒരു ജോലി. ഇവൾക്ക് എന്തായാലും ഇവളുടെ 18 വയസ്സ് കഴിഞ്ഞാൽ ഇവൾക്കൊരു ജോലി വേണം. നമുക്ക് കുട്ടിക്ക് വേണ്ടത് എന്തായാലും കിട്ടുക തന്നെ വേണം. കാരണം എന്താ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ സർക്കാർ മറക്കും. അതാണ് നമുക്ക് അതെന്താണ് പറഞ്ഞാൽ നമുക്ക് അതിനൊപ്പം നമുക്ക് കിട്ടുക തന്നെ വേണം. ഇത് പറഞ്ഞതും നമുക്ക് കിട്ടണം എന്തായാലും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, ഇപ്പോൾ ഈ പ്രതികരണമായിട്ട് അമ്മ രംഗത്ത് വരാൻ കാര്യം എന്താണ്? ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടോ? നിഷാദ്, ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ വളരെ സുപ്രധാനമായൊരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവ് എന്ന് പറയുന്നത് ഈ ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ മുഴുവൻ ചികിത്സാ ചിലവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ചിലവും സർക്കാർ വഹിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത്. 21 വയസ്സ് വരെ ഈ കുട്ടിയുടെ എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. അത് തൃശൂർ സ്വദേശിയായ PD ജോസഫ് എന്ന വ്യക്തി പൊതുതാൽപര്യ ഹർജി നൽകുകയും ഇത് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇത്തരം ഒരു സുപ്രധാന ഉത്തരവിട്ടത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സർക്കാർ പൂർണ്ണമായി പാലിക്കണം, സർക്കാർ മറന്നു കളയരുത് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റപ്പെട്ടത് ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ജോലി നിഷേധിക്കുന്നതിന് കാരണമാകരുത് എന്ന് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ തന്നെ ജോലി നൽകണം എന്ന് കൂടിയാണ് കുട്ടിയുടെ അമ്മ പ്രസീത ആവശ്യപ്പെടുന്നത്. നിഷാദ്.